എനിക്ക് എന്നെപ്പറ്റി നല്ല വാക്കുകൾ കൊണ്ട് നിങ്ങളെ രക്ഷിപ്പിച്ചിട്ട് ഈ ചടങ്ങിനെ വളരെയധികം മാറ്റുകൂട്ടുന്നു. പ്രത്യേകിച്ച് എനിക്ക് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. കമലിനോട് ചിലർ നാടുവിടാൻ പറഞ്ഞിട്ടും ആരാണ് ഈ MT എന്ന് ചോദിച്ചിട്ടും ലാലേട്ടൻ്റെ ബ്ലോഗിലൊന്നും കണ്ടില്ല. എങ്കിലും മോഹൻലാൽ ഒരു ചേരിയിലും ചേരാതെ മധ്യമാർഗേണ സഞ്ചരിക്കുകയാണ് എന്ന് ആശ്വസിക്കുകയാണ് തോമസ് ഐസക്. അതെന്തായാലും സാക്ഷാൽ MT വാസുദേവൻ നായരുടെ രണ്ടാമൂഴം നോവലിനെ അടിസ്ഥാനമാക്കി MT തിരക്കഥ എഴുതുന്ന രണ്ടാമൂഴം സിനിമയിലെ ഭീമനെ കാത്തിരിക്കുകയാണ് തോമസ് ഐസക്. ആ അഭിനയ കൊടുമുടിയിലേക്കുള്ള കയറ്റത്തിൻ്റെ പടവുകൾ നമ്മൾ കണ്ടു. പക്ഷെ എനിക്ക് തോന്നുന്നത് നാം കണ്ടതിനേക്കാൾ വലുത് കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ കാത്തിരിക്കുന്നത് രണ്ടാം മുഴത്തിന് വേണ്ടിയിട്ടാണ്. ഒരു താരപദവിയുള്ള ഒരാൾക്ക് നാടകത്തിലേക്ക് ചേക്കേറേണ്ട കാര്യം. പക്ഷേ ഇവിടെ മോഹൻലാൽ കർണഭാരത്തിനും അതുപോലെ ഛായാമുഖിക്ക് എത്രമാത്രം പ്രയത്നം വേണ്ടി വന്നു എന്നുള്ളത് പ്രശാന്ത് നാരായണൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമൂഴത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് ഛായാമുഖിയിലെ ഭീമസേനിൽ നിന്ന് എങ്ങനെയാണ് രണ്ടാമൂഴത്തിലെ ഭീമസേനൻ മാറുക, എന്ത് അഭിനയ പുനർവ്യാഖ്യാനമാണ് ഈ മഹാനടൻ നൽകാൻ പോകുന്നത് എന്നുള്ളതാണ് കാത്തിരി. ഇനി ലാലേട്ടൻ്റെ മറ്റൊരു ആരാധകനെ പരിചയപ്പെടാം. DGP ലോക്നാഥ് ബെഹ്റ. ഞാനൊരു കാര്യമാണ്, ഞാൻ ASP അണ്ടർ ട്രെയിനിങ് ആയ സമയത്ത് ഇവിടെ വന്ന I came to the state of Kerala in the year 1987. അപ്പോൾ 87 എൻ്റെ ഇതിൽ ഒരു സ്റ്റാർ ഉണ്ടായിരുന്നു. ആ സമയത്ത് the first Malayalam movie I saw is called താളവട്ടം and that was of Mohanlal. അപ്പോൾ ഞാൻ കാഞ്ഞങ്ങാട് SI ആയിരുന്നപ്പോ ഇയാൾ കോത്താഴത്ത് കോൺസ്റ്റബിൾ ആയപ്പോ ഞാൻ കാഞ്ഞങ്ങാട് SI. ഇയാൾക്കെന്താ തലയ്ക്ക് വട്ടുണ്ട? സോ ഞാൻ അദ്ദേഹം ആ സമയം മുതൽ ഇതുവരെ ഞാൻ ഓൾസോ ഞാൻ ഈ ഒരു വർഷ മുമ്പ് അദ്ദേഹം സംസാരിച്ചിട്ട് പുള്ളി മുരുകൻ കാണാൻ പോയി. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ മോന് പറഞ്ഞു ആ ടൈഗർ റിയൽ ടൈഗറാണോ? ഞാൻ പറഞ്ഞു ആ ലാൽ അങ്കിളിനോടും ചോദിച്ചാൽ മതി. അപ്പോൾ റിയൽ ടൈഗറാണോ? അപ്പോൾ ഞാൻ ലാലേട്ടൻ ഫാനാ. മമ്മൂക്ക് ഇപ്പം എന്നാ റോളുകളും ചെയ്യും. തെങ്ങറ്റക്കാരൻ, ചായക്കടക്കാരൻ, പൊട്ടൻ, മന്നൂതി. പക്ഷെ നമ്മുടെ ലാലേട്ടനുണ്ടല്ലോ, വർമ്മ നായരും മേനോൻ, ഇത് വിട്ടൊരു കളിയില്ല. ടോപ്പ് ക്ലാസ് ഉള്ളി. ഇതേ കണ്ടോ? നല്ലതല്ലേ? തമിഴ്നാട്ടിൽ തിളച്ചുമറിഞ്ഞ ജല്ലിക്കെട്ട് സമരത്തിന് പിന്തുണയുമായി തമിഴ് സിനിമാ ലോകത്തിന് പിന്നാലെ മമ്മൂട്ടിയും. സമാധാനപരമായി യുവജനങ്ങൾ തെരുവിലിറങ്ങിയ സമരം ശരിക്കും ആഗോളവൽക്കരണത്തിനെതിരായ സമരമാണെന്നാണ് മമ്മൂട്ടി പറയുന്നത്. ജല്ലിക്കെട്ട് ഒരു നിമിത്തം മാത്രം. തമിഴകത്ത് നടന്നത് ഒരു രാഷ്ട്രീയ പരീക്ഷണം. ഉരുക്കളും മനുഷ്യരും തമ്മിലുള്ള കാർഷിക സംസ്കൃതിയിലെ ബന്ധത്തെക്കുറിച്ച് മലയാളിക്ക് ഒരുപക്ഷെ മനസ്സിലായെന്ന് വരില്ലെന്ന് തമിഴക മനസ്സറിയുന്ന മമ്മൂട്ടി. കർണാടകയിലെ ബെല്ലാരിയിലുള്ള ഒരു പോത്ത് കച്ചവടക്കാരൻ, പേര് രാജ, ബെല്ലാരി രാജ. ആറ് പോത്തുകളും 3 ചീട്ടുകളും വെച്ച് ബെല്ലാരിയിലെ വ്യാപാരം തുടങ്ങിയാണ് ഞാൻ. ആ എൻ്റെ മുടാഞ്ചാലുണ്ടല്ലോ പൈലാറ്റി നൂറ്റേളം കേട്ടാ. ജല്ലിക്കെട്ടിനെ പറ്റി ചെറിയ ധാരണപേശമുണ്ട്. ജല്ലിക്കെട്ടെന്ന് പറഞ്ഞാൽ കാളയെ അടക്കുന്നതിനകത്ത് പിന്നിൽ വേറൊരു വലിയ വികാരമുണ്ട്. നമ്മൾ ഈ പറയുന്നത്, നമ്മൾ സംസാരിക്കുന്നത് പോലെ അതിനേക്കാളും വലിയ വികാരം അതിൻ്റെ പിന്നിലുണ്ട്. ഇത് ഉത്സവകാലങ്ങളിൽ കാളയെ അഴിച്ചുവിട്ട്
കാളയെ പിടിച്ചമർത്തുകയാണ്. കാളയെ ഉപദ്രവിക്കുകയൊന്നുമില്ല, ഒരു കാളയും വെട്ടി തിന്നുകയൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ഓരോരുത്തർ വലിയ അങ്ങനെയുള്ള ഭക്ഷണ രീതിയുള്ള ആളുകളുമല്ല. ഈ കാളയെ അടക്കാനുള്ള ഒരു പൗരുഷമാണ്, ഒരു ഹീറോയിക് ഇതാണ്. അത് മനുഷ്യത്വമില്ലാത്ത മൃഗവും മൃഗത്വമുള്ള മനുഷ്യനും ഒക്കെ തമ്മിലുള്ള ഒരു പിടുത്തമാണ്. അവർ ഓടിച്ചിട്ട് ആളുകളെ പിടിക്കുന്നു, കാളയെ അടക്കുന്നു. അല്ലാണ്ട് കാളയെ ഇപ്പോൾ നമ്മുടെ മറ്റു പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ കത്തി കൊണ്ട് കുത്തിക്കൊല്ലുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ബേബി ശ്രദ്ധിക്കണം, ആഗോളവൽക്കരണത്തിനെതിരായിട്ടുള്ള സമരമാണ് ശരിക്കും പറഞ്ഞാൽ ജല്ലിക്കെട്ട് സമരം. ജല്ലിക്കെട്ടെന്ന് പറയുന്നത് ഒരു പുറംപൂച്ച് മാത്രമാണ്. അവരിപ്പോൾ പെപ്സിയും കൊക്കോകോളയും എതിർത്ത് തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലുണ്ടാകുന്നത് ഞങ്ങൾക്ക് വേണം, ഒരു സാധാരണ പീഡിയ, അങ്ങനെയുള്ള ഒരു ആഗോളവൽക്കരണത്തിനെതിരായിട്ടുള്ള യഥാർത്ഥ സമരമാണ്. പക്ഷെ ആ സമരത്തിന് എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയത് ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, ഒരു നേതാവും ഇല്ലാതെ, ഒരു മുട്ടുസൂചി കൊണ്ടുപോലും ഒരു അക്രമം ഉണ്ടാക്കാതെ 5 ലക്ഷത്തിൽ പരം പേർ ഒരു സമരം ചെയ്യാന്ന് പറഞ്ഞാൽ കേരളത്തിൽ സ്വപ്നം കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ഒരു സമരം എന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിരിക്കും. നമുക്ക് പ്രതിഷേധിക്കാനില്ല, നമ്മൾ പ്രതിഷേധിക്കാറില്ല. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ. ഈ പ്രതിഷേധങ്ങളുടെ മാതൃക അത്ഭുതകരമായിട്ട് എന്നെ ആകർഷിച്ചു. പ്രതിഷേധ പ്രകടനങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ അവർ ഒരുപാട് പ്രകടനങ്ങൾ നടത്തുന്നു, പെർഫോമൻസസ് ഉണ്ട് അവിടെ. 10,000, 2,000, 3,000 ആളുകൾ, കുട്ടികളും IT വിദ്യാർത്ഥികളും, ഒരു ഫ്ലാറ്റിലുള്ള മുഴുവൻ ആളുകളും. ഇവിടെ ജാതിയും മതവും രാഷ്ട്രീയവും നേതാവും ഇല്ലെന്ന് മനസ്സിലാക്കണം. അവിടെ പാട്ടുന്നു, കളിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, മത്സരിക്കുന്നു, ആടുന്നു, തുള്ളുന്നു. നമ്മുടെ ആൾക്കാർ സമരം ചെയ്യാൻ തുടങ്ങി ട്രാൻസ്പോർട്ട് ബസ് അല്ലെങ്കിൽ പൊതു ബിൽഡിങ്ങിൻ്റെ മെക്കിട്ട് കയറുക, കാലി ചവിട്ടി പൊളിക്കുക, കണ്ണി കണ്ടതൊക്കെ ആക്രമിക്കുക. നമ്മുടെ രീതി ഏതാണ്? ഒരു കാരണവശാലും അവർ ഒരു തരത്തിലും പോലീസിന് ഒരാളെ അറസ്റ്റ് ചെയ്യാനോ ഒരാളുടെ നേരെ ആക്ഷൻ എടുക്കാനോ സാധിക്കാത്ത രീതിയിലുള്ള ഒരു സമരമായിരുന്നു. തളരരുത് രാമൻകുട്ടി, തളരരുത്. ഇടവേളയാണ്. മാഡം പ്രിൻസിപ്പലിന് മുന്നിൽ അച്ചടക്കമുള്ള സമരം. എന്റെ ഐഡിയ ആയിപ്പോയി. നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി.